സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നമ്മൾ ഒരുപാട് റെക്കോർഡുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോക രാഷ്ട്രീയത്തിലെ തന്നെ ചരിത്രപരമായ ഒരു നിമിഷത്തെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ ആ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മറ്റാരുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. 100 മില്യൺ ഫോളോവേഴ്സ് എന്ന ആ മാന്ത്രിക സംഖ്യ ഇപ്പോൾ അദ്ദേഹം മറികടന്നിരിക്കുന്നു. ഒരു ലോക നേതാവും ഇതുവരെ തൊടാത്ത ഉയരങ്ങളിലാണ് മോദി എത്തിയിരിക്കുന്നത്. വൻകിട ലോകരാജ്യങ്ങളുടെ തലവന്മാരെ പോലും ബഹുദൂരം പിന്നിലാക്കിയാണ് മോദിയുടെ ഈ തേരോട്ടം. എങ്ങനെയാണ് മോദി ഈ സോഷ്യൽ മീഡിയ ഗെയിമിൽ ഇത്ര വലിയ വിജയം കൈവരിച്ചത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യം തന്നെ ആ നമ്പറിലേക്കൊന്ന് നോക്കാം. 100 മില്യൺ, അതായത് കൃത്യം 10 കോടി ഫോളോവേഴ്സ്. വ്യാഴാഴ്ച രാവിലെയാണ് ഈ ചരിത്രപരമായ നേട്ടം പുറത്തു വരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഈ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവും ലോക നേതാവും ഇപ്പോൾ നരേന്ദ്രമോദിയാണ്. 2014 മോദി ഇൻസ്റ്റഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ അദ്ദേഹം തന്റെ ഡിജിറ്റൽ സാന്നിധ്യം എത്രത്തോളം ശക്തമാക്കി എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇനി ഇക്കൂട്ടത്തിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആഗോളതലത്തിൽ മോദിയുടെ കോമ്പറ്റീഷൻ നോക്കുമ്പോഴാണ് ഈ നേട്ടത്തിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുന്നത്. 2ാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപിനുള്ളത് ഏകദേശം 43.2 മില്യൺ ഫോളോവേഴ്സ് മാത്രമാണ്. അതായത് മോദിയുടെ പകുതി പോലും ട്രംപിനില്ല. ഇനി മേക്ക് ഇൻസ്റ്റഗ്രാം ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് അദ്ദേഹം പുതിയ ക്യാമ്പയിൻ തുടങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം മോദിയുടെ ഈ ഡിജിറ്റൽ തേരോട്ടത്തിന് മുന്നിൽ ട്രംപിന്റെ പ്രശസ്തി പോലും അല്പം ഫെയ്ഡ് ആയി പോയ മട്ടാണ്. നമുക്കിനി ഈ ലിസ്റ്റിലെ ബാക്കിയുള്ളവരെ കൂടി ഒന്ന് നോക്കാം. പ്രബോവോ സുബിയന്തോ, അതായത് ഇന്തോനേഷ്യൻ പ്രസിഡന്റിന് 15 മില്യൺ ആണുള്ളത്. ബ്രസീലിയൻ പ്രസിഡന്റ് ലൂലയ്ക്ക് 14.4 മില്യൺ. പിന്നെ രജബ് തായിബ് എർദോഗൻ, ടർക്കിഷ് പ്രസിഡന്റിനുള്ളത് 11.6 മില്യൺ. അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലിയയ്ക്കുള്ളത് 6.4 മില്യൺ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മോദിജിക്ക് ശേഷം വരുന്ന പ്രധാനപ്പെട്ട 5 ലോക നേതാക്കളുടെ ടോട്ടൽ ഫോളോവേഴ്സ് കൂട്ടിയാൽ പോലും അത് മോദിയുടെ 100 മില്യണിന് അടുത്തെത്തില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ കാര്യം എടുത്താലോ? അവിടെയും മോദി ബഹുദൂരം മുന്നിലാണ്. പ്രതിപക്ഷ നേതാക്കളും സ്വന്തം പാർട്ടിയിലെ പ്രമുഖരും മോദിക്ക് പിന്നിൽ തന്നെയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 16.1 മില്യൺ ഫോളോവേഴ്സുമായി 2ാം സ്ഥാനത്തുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 12.6 മില്യൺ ഫോളോവേഴ്സുമായി 3ാം സ്ഥാനത്താണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുടെ സോഷ്യൽ മീഡിയ കണക്ട് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് മോദി ഇത്രയധികം ജനപ്രിയനാകുന്നത്? സാമ്പത്തിക വിദഗ്ധരും സോഷ്യൽ മീഡിയ അനലിസ്റ്റുകളും പറയുന്നത് മോദിയുടെ കണ്ടന്റ് സ്ട്രാറ്റജി വളരെ സ്മാർട്ട് ആണ് എന്നാണ്. ഒന്നാമതായി യൂത്ത് ആയിട്ട്, അതായത് യുവാക്കളുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കണക്ഷൻ ആണ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഭൂരിഭാഗവും യുവാക്കളാണുള്ളത്. മോദിയുടെ പോസ്റ്റുകൾ യുവാക്കളെ ഇൻസ്പയർ ചെയ്യുന്ന തരത്തിലുള്ളതാണ്. ഇനി 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം വെറും ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് മാത്രമല്ല ഷെയർ ചെയ്യുന്നത്, മറിച്ച് തന്റെ യാത്രകൾ, പ്രകൃതിയുമായുള്ള നിമിഷങ്ങൾ, പ്രധാനപ്പെട്ട വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചകൾ തുടങ്ങി സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മിക്ക കാര്യങ്ങളും അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി 3ാമതായി, വളരെ ഹൈ ക്വാളിറ്റി വീഡിയോകളും ഫോട്ടോകളും ഉപയോഗിച്ച് അദ്ദേഹം തന്റെ ഭരണ നേട്ടങ്ങളും വിദേശ യാത്രകളും എല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഇനി ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സ് മാത്രമല്ല, ജനങ്ങൾക്കിടയിലെ അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗും ഇപ്പോൾ ടോപ്പ് ഗിയറിലാണ്. ഏറ്റവും പുതിയ മോർണിംഗ് കൺസൾട്ട് സർവേ പ്രകാരം 67% റേറ്റിംഗോടെ മോദി ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായി തുടരുകയാണ്. ജപ്പാൻ പ്രധാനമന്ത്രി സന തകേഷിയും അർജന്റീനയുടെ ഹാവിയർ മിലിയുമൊക്കെ പിന്നിലാണ്. ചുരുക്കത്തിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും മോദിയാണ് ഇപ്പോൾ കിങ്. ഇനി ഈ വലിയ റെക്കോർഡ് നേടുന്ന സമയത്ത് മോദി എവിടെയാണെന്ന് അറിയാമോ? അദ്ദേഹം ഇപ്പോൾ ഇസ്രായേലിൽ ഒരു ചരിത്രപരമായ സന്ദർശനത്തിലാണ്. ബുധനാഴ്ച ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ് മോദിക്ക് തങ്ങളുടെ ഏറ്റവും വലിയ ബഹുമതിയായ സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ നൽകി ആദരിച്ചു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലും ഇന്ത്യ ഇസ്രായേൽ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും മോദി നൽകുന്ന നേതൃത്വത്തിനുള്ള അംഗീകാരമാണിത്. അവിടെയും എംപിമാർ മോദിക്കൊപ്പം സെൽഫി എടുക്കാൻ തിരക്ക് കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥ ജീവിതത്തിലെ സൂപ്പർ സ്റ്റാറും ഡിജിറ്റൽ ലോകത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ചക്രവർത്തിയുമാണ് നരേന്ദ്രമോദി ഇപ്പോൾ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ 10 കോടി ഹൃദയങ്ങൾ കീഴടക്കിയ നരേന്ദ്രമോദി ഇപ്പോൾ ലോക റെക്കോർഡുകളുടെ രാജാവായി മാറിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഒരു ആഗോള ബ്രാൻഡായി മോദി വളർന്നു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ 100 മില്യൺ. 100 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് വെറും ഒരു അക്കമല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിലെ ഈ ഡിജിറ്റൽ യുദ്ധത്തിൽ മോദി ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ട്രംപ് സുപ്രീം കോടതിയോട് പരാതി പറയുമോ എന്ന് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.